ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ സലാലയിലെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഹവാന റിസോർട്ടിലേക്കുള്ള ഒരു വീഡിയോ ആണ്. നൈറ്റിലുള്ള വീഡിയോ ആണ്. അപ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി. അവിടെ നിന്നും ഒരു പാർസൽ എടുത്തുകൊണ്ടിരാണ്ട്, അതിനാണ് അവിടെ പോണത്. ഏകദേശം 22 മിനിറ്റ് ലൊക്കേഷൻ നോക്കിയപ്പോൾ 22 മിനിറ്റ് ഓട്ടോ ഉണ്ട്, 18 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. നമ്മൾ ഗേറ്റ് ഓപ്പണായി റോഡിലേക്ക് ഇറങ്ങി. ഈ ഭാഗങ്ങളെപ്പോഴും വീഡിയോയിൽ നിങ്ങൾ കാണലുണ്ടാവും. ഏരിയ തന്നെയാണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ കാണുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ സിഗ്നലിലെത്തി. മില്ലേനിയം ഹോട്ടലിൻ്റെ അടുത്തുള്ള സിഗ്നലിലെത്തി. ഞാനൊന്ന് ലെഫ്റ്റിലോട്ട് പോകണം. അപ്പോൾ സിഗ്നൽ ചാലുമായി. നമ്മൾ വണ്ടി അവിടുന്ന് ദാരിസ് റോഡിലേക്ക് തിരിഞ്ഞു. അങ്ങനെ നമ്മൾ ദാരിസ് റോണ്ടോ ബോട്ടിലെത്തി. റോണ്ടോ ബോട്ടിൽ നിന്ന് നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. ലെഫ്റ്റിലേക്ക് നമ്മൾ കട്ട് ചെയ്ത്, അതായത് താക്ക മർബാത്ത് റോഡ്. അങ്ങനെ താക്ക മർബാത്ത് റോഡിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ ഫസ്റ്റ് റൈറ്റ് ഭാഗത്ത് നമുക്ക് കാണുന്നത് ഇവിടുത്തെ ജയിലാണ്. സലാലയിലെ ജയിലാണത്. റൈറ്റ് സൈഡിൽ ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്ന ജയിലാണ്. അതിൻ്റെ ഇടയിൽ രണ്ട് സൈഡിൽ തെങ്ങായിട്ടും പച്ചപ്പായിട്ടുകളും നല്ല അതിമനോഹരമാണ്. നല്ല വൈബുള്ള, കാണാൻ നല്ല വൈബുള്ള സ്ഥലമാണ്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ജയിലിൻ്റെ ഭാഗങ്ങളിൽ പെട്ട സ്ഥലമാണ്.
റൈറ്റ് സൈഡിൽ ജയിലാണ്. ജയിലിലേക്കുള്ള ഗേറ്റാണിത്. അങ്ങനെ ജയിൽ, ഈ ഭാഗങ്ങളൊക്കെ ജയിലാണ്. ഇത് ജയിൽ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ അർസാത്ത് ഫാമാണ്. ലെഫ്റ്റ് സൈഡിലും ഫാമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. റൈറ്റ് സൈഡിലും ഫാമാണ്. അത് അർസാത്ത് ഫാമാണ്. അർസാത്തിൻ്റെ പാല്, ഐസ്ക്രീം, വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇവിടെ പോയാൽ കിട്ടും. പോകണമെങ്കിൽ പോകണം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ മാമൂറ പാലസ് റൗണ്ട് അബൌട്ടിലെത്തി. അവിടുന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്താൽ നമുക്ക് പോകാനുള്ള താക്കാർ റോഡിലേക്ക് കയറും. നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സുൽത്താൻ കാബൂസിൻ്റെ പെങ്ങളെ വീടാണ്. അത് സെക്യൂരിറ്റി ആയിട്ടാണ് ആ ഭാഗമുള്ളത്. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഐൻ റസാത്ത് ഭാഗത്തേക്ക് പോകും. നമ്മൾ താക്ക റോഡിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. കയറിനടുത്ത് ചെറിയ സ്പീഡ് ലിമിറ്റ് ഉണ്ട്, ശ്രദ്ധിക്കണം. ക്യാമറ ഒക്കെ ഉണ്ടാവും. പകൽ സമയങ്ങളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം, ക്യാമറ ഒക്കെ ഉണ്ടാവും. ആ ബ്രിഡ്ജ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ പിന്നെ റോഡ് 120 പക്ഷേ റോഡിലൂടെ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. പശു, ഒട്ടകം, ആട് ഒക്കെ ഉണ്ടാവും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം റോഡിലൂടെ പോകാൻ. ഇടയ്ക്ക് ചില സമയങ്ങളിലൊക്കെ അവിടെ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് ഒട്ടകം കയറിയാണ്ട്. അപ്പോൾ ആ റോഡിലൂടെ പോകുന്നവർ ശ്രദ്ധിക്കണം. നമ്മൾ നേരെ പോയിക്കൊണ്ടിരുന്നാൽ പിന്നെ നമുക്ക് ഇനി അടുത്തതായിട്ട് റൗണ്ട് ബോട്ട് വരുന്നുണ്ട്. ആ റൗണ്ട് ബോട്ടിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു ഹൽമഹ പെട്രോൾ പമ്പ് ഉണ്ട്. പിന്നെ ആരെങ്കിലുമൊക്കെ പെട്രോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പെട്രോളിനൊക്കെ ബുദ്ധിമുട്ടാകുകയാണെങ്കിൽ നമുക്ക് അവിടെ കയറി പെട്രോൾ അടിക്കാം. റൗണ്ട് ബോട്ടിൻ്റെ തൊട്ട് മുമ്പായിട്ട് റൈറ്റ് സൈഡിലാണ് പെട്രോൾ പമ്പ് വരുന്നത്. പെട്രോൾ പമ്പിൻ്റെ ബോർഡാണ് അത് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ റൈറ്റ് സൈഡ് കട്ട് ചെയ്താൽ നമുക്ക് പെട്രോൾ പമ്പ് കിട്ടും. നമ്മളങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഏകദേശം റൗണ്ട് അബൌട്ട് എത്താറായി. ഈ റൗണ്ട് അബൌട്ട് നമ്മൾ നേരെ പോയാൽ ഭാഗത്തേക്കാണ് പോകുന്നത്. ലെഫ്റ്റ് പോയാൽ ജബൽ ഏരിയ, ഐൻ ജർസീസ് എന്ന് പറഞ്ഞ ഏരിയ. റൈറ്റിലേക്ക് പോയാൽ നമ്മളെ ഹവാന റിസോർട്ടിലേക്കുള്ള നമ്മൾ റൈറ്റ് എടുത്ത് റൗണ്ട് അബൌട്ടിൽ നിന്ന് റൈറ്റ് നേരെ ചെന്നാലും ടീ ജംഗ്ഷൻ ഉണ്ട്. ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് ആദ്യം കാണുന്നത് അങ്ങനെ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് കുറച്ച് പോയി നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഫസ്റ്റായിട്ട് കാണുന്നത് റൊട്ടാന റിസോർട്ടിൻ്റെ ഭാഗങ്ങളും ഏരിയകളും വ്യൂകളൊക്കെയാണ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയാലാണ് നമുക്ക് പോകേണ്ട ലൊക്കേഷൻ ഹവാന റിസോർട്ട്. സ്ഥലങ്ങൾ നല്ല റിസോർട്ട്, നല്ല ഭംഗിയുള്ള അടിപൊളി വ്യൂള്ള സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. ബീച്ചിനോട് ചേർന്ന സ്ഥലമാണ്. ബോട്ട് സർവീസുകളും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി നല്ല വൈബുള്ള സ്ഥലമാണ്. കാണേണ്ട 2 റിസോർട്ടുകളാണ്. സലാല വന്നാൽ കാണേണ്ട 2 റിസോർട്ടുകളാണ്. ആരെങ്കിലൊക്കെ സലാല
ഹവാനൻ്റെ സൈഡിലെത്തി. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ ഹവാനൻ്റെ ലോഡ്ജുകളാണ്. ഹവാനൻ്റെ ലോഡ്ജുകളും കാര്യങ്ങളൊക്കെ. ഹവാനയൊക്കെ കയറുന്നത് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറുന്നിട്ട് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ടൈമിൽ അവരെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില ടൈമിൽ അവരെ പെർമിഷൻ വേണം. നമ്മൾ പോകുന്ന ടൈമിൽ ഗേറ്റ് ഓപ്പണാണ്, നേരെ കയറി പോവാം. നമ്മളുള്ളിലേക്ക് കയറി. പക്ഷെ നമുക്ക് പോകേണ്ട, അതായത് നമുക്ക് ഈസ്റ്റ് ഭാഗത്തേക്കാണ് പോകേണ്ടത്. പക്ഷെ അത് എവിടെ ഏത് ഭാഗമാണ് എന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഉള്ളിലോട്ട് കയറുകയാണ്. ഉള്ളിലോട്ട് കയറി നോക്കുമ്പോൾ അവിടെ വെസ്റ്റാണ് കാണിക്കുന്നത്. വെസ്റ്റ് ഭാഗമാണ് അത് കാണിക്കുന്നത്. ഉള്ളിലോട്ടാണ്ട് കയറിയിട്ട് ഗേറ്റിലൂടാണ്ട് ഉള്ളിലോട്ട് കയറിയിട്ട് ഈസ്റ്റ് ഭാഗത്തേക്കാണ് പോകണം. അങ്ങനെ നമ്മളവിടെ പോയി ഈസ്റ്റ് ഭാഗത്ത് പോയി ഇതൊക്കെ വാങ്ങി, നമ്മളെ പാർസലൊക്കെ വാങ്ങി തിരിച്ച് വണ്ടീൻ്റെ അടുത്തേക്ക് പോകുന്ന ഇടയിൽ അതിൻ്റെ ഉള്ളിലെ കുറച്ച് വീഡിയോകളാണിത്. കോഫി ഷോപ്പ്, ഇവിടെ കോഫി ഷോപ്പുകളുണ്ട്. ഈ കാണുന്ന
വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്താൽ അവർ ഈ വണ്ടിയിൽ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് നമ്മളെ കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരും. അതേമാതിരി കോഫി ഷോപ്പ്, എല്ലാ സംഗതികളും, പല വെറൈറ്റി കോഫികൾ, ഹോട്ടലുകൾ, ക്ലിനിക്ക് കാര്യങ്ങൾ. ഈ കാണുന്നത് അവിടെ നമ്മളിപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള കാറ് കാര്യങ്ങൾ. ഇത് ഈ വണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഇതിൽ പോയിട്ട് അവർ ഈ ഭാഗങ്ങളിലൊക്കെ കാണിച്ചിട്ട് വണ്ടിയാണ്, റിസോർട്ടിൽ ഉപയോഗിക്കുന്ന വണ്ടിയാണത്. പിന്നെ ഭാഗം കാണുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത്, ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഭാഗത്തുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികൾ കളിക്കുന്ന, അതായത് ഒപ്പം നമ്മളവിടെ കുട്ടികളൊക്കെ ഫാമിലിയൊക്കെ ഒന്നിച്ച് പോവുകയാണെങ്കിൽ അവിടെ ഈ വണ്ടി കുട്ടികൾ കളിക്കാനുള്ള റിമോട്ട് കാറുകൾ, സൈക്കിള് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കയറിയ ഗേറ്റിൽ നിന്ന് തിരിച്ചെത്തി. അവിടെ കയറി നിർത്തിയൊരു ക്ലിനിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹോസ്പിറ്റാലിറ്റി സെൻ്റർ, ചെറിയ ക്ലിനിക്കാണ്. നമ്മളവിടെ തന്നെ തിരിച്ചെത്തി. നമ്മളവിടെ തിരിച്ച് പിന്നെ വന്ന് നമ്മളെ വണ്ടി കയറി തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ കൂടി ഒന്ന് യൂട്ടേൺ എടുത്തിട്ട് നേരത്തെ കണ്ട ഹവന സലാല ഗേറ്റിൻ്റെ മുമ്പിൽ കൂടെയാണ് റോഡ് വരുന്നത്. തിരിച്ച് കൂടെയാണ് നമ്മൾ തിരിച്ച് ഇതാണ് മൊഹന റിസോർട്ട് കാര്യങ്ങളൊക്കെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതുതായിട്ട് ചെയ്യുന്ന വീഡിയോകളാണ്, കുറേ നമ്മളൊക്കെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക.
അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.